ദൈവനാമം മഹത്വം എടുക്കുമാറാകട്ടെ. ഞാൻ അംബജോഗിയിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് എങ്ങനെയാണ് അവിടെ ആരംഭിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളോട് വിവരിച്ചുകൊണ്ട് ഞാനും വർഗീസാറും ചേർന്ന് വളരെ ആത്മപ്രേരണയോടെ മറ്റ് സ്ഥലങ്ങൾ ഇതുപോലെയുള്ളിടത്ത് ആളുകൾ ധാരാളമുണ്ട്, വില്ലേജുകൾ, ചെറിയ പട്ടണങ്ങൾ. എന്നാൽ ഇങ്ങനെയുള്ളവർ സ്ഥലങ്ങളിൽ പോയിട്ട് സുവിശേഷ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിനും സുവിശേഷം അറിയിക്കുന്നതിനുമൊക്കെയും വളരെ പ്രേരണ ഈ വർഗീസാറിനുമുണ്ടായി. അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ച് ലാത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ചില ആഴ്ചകളിലൊക്കെ പോയി ആളുകളെ കാണുകയും വിസിറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുവാനിടയായിത്തീർന്നു. അതിനോട് ചേർന്ന് അതിൻ്റെ ചുറ്റുപാടുള്ള സ്ഥലങ്ങളും അംബജോഗിയോട് അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെയും ഞങ്ങൾ പോകുവാനിടയായിത്തീർന്നു. ഞാനില്ലാതെ തന്നെ അദ്ദേഹത്തിന് സമയം ലഭിക്കുമ്പോൾ, അദ്ദേഹം നല്ലവണ്ണം മറാഠി പറയാനറിയാവുന്ന ആളുമാണ്, വില്ലേജുകളിൽ അംബജോഗിയുടെ ചുറ്റുപാടുള്ള വില്ലേജുകളിൽ അദ്ദേഹം തനിയെ ട്രാക്റ്റുകളൊക്കെ എടുത്തുകൊണ്ട് പോയി സുവിശേഷം പറയുവാൻ തക്കവണ്ണം തൽപരനായി തീർന്നിട്ടുണ്ട്. ഇങ്ങനെ ശക്തമായ ഒരു പ്രവർത്തനം ആ ദേശങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് വീണ്ടും പ്രാർത്ഥിച്ചു. ഞാൻ താമസിക്കുന്ന പർളിയിൽ ഒരു കൂട്ടായ്മയില്ല, എങ്ങനെയാണ് അവിടെ ഒരു കൂട്ടായ്മ ആരംഭിക്കുവാൻ മുഖാന്തരം ലഭിക്കുന്നത്? അതിനുള്ള സ്ഥല സൗകര്യങ്ങളില്ലാത്തതുകൊണ്ടാണ് ഒന്നാമത് അത് തുടങ്ങുവാൻ കഴിയാതെ ഇരുന്നത്. ഞാൻ താമസിക്കുന്ന റൂമിൽ അതിനുള്ള സൗകര്യമില്ല, അത്രമാത്രം ഒരു ചെറിയ റൂമാണ്, അത് അത്ര സൗകര്യമില്ലാത്തതുമാണ്. തന്നെയുമല്ല, എൻ്റെ കൂടെ പാർക്കുന്നവരെ 2 സഹോദരന്മാർ പാർക്കുന്നുണ്ട്. അവരെ നിരീശ്വരാണ്. അവരും ദൈവത്തിൻ്റെ പേര് കേട്ടാൽ, ദൈവത്തെ കേട്ട് കഴിഞ്ഞാൽ തെറിയാണ് പറയുന്നത്. അവർ തമ്മിൽ സംസാരിക്കുന്നത് തെറി വിളിച്ചാണ്, എന്നാൽ ദൈവത്തിൻ്റെ പേര് കേട്ടാൽ അവർ തെറി പറയും. എന്നാൽ ദൈവവിശ്വാസിയും സുവിശേഷകനുമായി ഞാൻ എങ്ങനെയാണ് അവരോടുകൂടെ പാർത്തത്? ഞാൻ ഒരു മാതൃകയുള്ളവനായി, ഒരു സുവിശേഷകനായി അതേ നിലയിൽ തന്നെ അവരോട് ചേർന്ന് പാർക്കുകയും സഹകരിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് എന്നിലുള്ള ആ ദൈവ സാമീപ്യം അവരെ ദൈവത്തിങ്കിലേക്ക് വഴി നടത്തും എന്നുള്ള പൂർണ്ണ ബോധ്യം എൻ്റെ ഹൃദയത്തിലുണ്ട്. ഞാൻ ദൂരെ നിന്ന് വരുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ റൂമിലേക്ക് വരുമ്പോൾ അവരവിടെ വീഡിയോ സിഗരറ്റോ വലിച്ചുകൊണ്ട് നിൽക്കുകയാണ് എങ്കിൽ അവർ അത് ഉടൻ തന്നെ താഴെയിട്ട് ചവിട്ടിക്കളയും. അവർ പറയും, ഇതാ ഉപദേശി വരുന്നു, നമ്മൾ ഇനിയും വലിക്കുന്നത് ശരിയല്ല എന്ന്. അപ്പോൾ അവർക്ക് ആ ഒരു ബോധ്യം അത്രയെങ്കിലും ഉണ്ടായി. 24 hours ബീഡിയും സിഗരറ്റും വലിച്ചുകൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരാണ്, മദ്യപിക്കുകയും ചെയ്യും, അങ്ങനെ ജീവിക്കുന്നവരാണ്. എങ്കിലും ഒരു ദൈവഭക്തനെ കാണുമ്പോൾ അവർക്ക് ആ ഒരു ബോധ്യം ഹൃദയത്തിൽ വരുന്നു. ഞാൻ ഒറ്റയ്ക്കാണ്, ഇവരുടെ മധ്യേ ഞാൻ ഒറ്റയ്ക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നതും ദൈവവചനം പഠിക്കുന്നതും ദൈവഭക്തനായി ജീവിക്കുന്നതൊക്കെയും അവർ തീർച്ചയായും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അടുത്ത് വെച്ച് അവർ ഒരു അനാവശ്യമായ തെറ്റായ വേർഡുകൾ ഉപയോഗിക്കത്തില്ല. അല്ല എങ്കിൽ അവർ തെറ്റായ ശബ്ദത്തിലാണ്, തെറി പറഞ്ഞാണ് അന്യനും അവർ പേരല്ല വിളിക്കുന്നത്, തെറിയാണ് വിളിക്കുന്നത്. അത്രമാത്രം നിഷ്ഠരായ ഒരു ജീവിതമാണെന്ന് പറയണം. എന്നാൽ ഞാൻ എങ്ങനെയാണ് ഒരു ദൈവഭക്തനായ ഞാൻ എങ്ങനെയാണ് അവരോടുകൂടെ ജീവിക്കുന്നത്? എൻ്റെ ആത്മീക ജീവിതത്തിൻ്റെ ആ മാതൃക അവർ കണ്ട് അവരെ എന്തെങ്കിലും തെറ്റായ വേട് ഞാൻ നിൽക്കുന്ന സമയത്ത് പറയത്തില്ല. കാരണം ഞാൻ കേട്ട് കഴിഞ്ഞാൽ അത് തെറ്റാണ് അവർ പറയുന്നതെന്ന് അവർക്ക് തന്നെ ബോധ്യമായി. അങ്ങനെ എൻ്റെ ആത്മീക ജീവിതം കണ്ട് ആ ദൈവനാമത്തോടുള്ള ആ ബഹുമാനം മുഖാന്തരം അതിൽ ഒരു സഹോദരനെ ഞാനവിടെ പാർക്കുന്ന സമയത്ത് തന്നെ ദൈവവിശ്വാസത്തിലേക്ക് വരുവാനും സ്നാനപ്പെടുവാനും ഇടയായിത്തീർന്നു. ദൈവനാമം മഹത്വം എടുക്കട്ടെ. അങ്ങനെ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് അങ്ങനെ ദൈവത്തോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചത് ദൈവം കേട്ടു എന്ന് പറയണം. എനിക്ക് ആ സ്ഥലത്തും ഒരു കൂട്ടായ്മ തുടങ്ങുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. പർളിയിൽ അതിന് സ്ഥല സൗകര്യം കിട്ടാഞ്ഞിട്ട് ഞാൻ BHEL കമ്പനിയിൽ ജോലി ചെയ്യുന്ന ചില എൻജിനീയേഴ്സിൻ്റെ വീടുകൾ വിസിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ അവിടെ ചിലരോട് ഞാനിത് കാര്യം സംസാരിച്ചു. നമുക്കൊരു ആത്മീയ കൂട്ടായ്മ തുടങ്ങണമല്ലോ. അത് വെള്ളിയാഴ്ചയാണ് അവിടുത്തെ ഓഫ് ഡേ. അന്ന്
വൈകിട്ട് ഒരു കൂട്ടായ്മ തുടങ്ങുവാനുള്ള സൗകര്യം, അവിടെ BHEL കമ്പനിയുടെ സ്കൂളുണ്ട്, അവരുടെ ജോലിക്കാരുടെ മക്കൾ പഠിക്കുന്നതിന് വേണ്ടി അവരുണ്ടാക്കിയിരിക്കുന്ന സ്കൂളാണ്. അതിൻ്റെ ഒരു റൂം കിട്ടിയാൽ സൗകര്യമാണെന്നുള്ള കാര്യം ഞാൻ അഭിപ്രായപ്പെട്ടു. അങ്ങനെ ഒരു എഞ്ചിനീയർ അതിനുവേണ്ടി പരിശ്രമിച്ചു. ഒരു റൂമിന് നമുക്ക് ഉപയോഗിക്കാൻ പെർമിഷൻ കിട്ടി. അങ്ങനെ സ്കൂളിൻ്റെ ഒരു റൂമിൽ വെച്ച് എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട്, അന്ന് ഒഴിവു ദിവസമാണല്ലോ കമ്പനിക്ക്, അന്ന് ഒരു കൂട്ടായ്മ ആരംഭിക്കുവാൻ തക്കണ ഇടയായിത്തീർന്നു. അതിൽ പല കുടുംബങ്ങളും കുടുംബങ്ങളായി താമസിക്കുന്നവർ അങ്ങനെ വന്ന് ആ കൂട്ടായ്മ ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് പർലി വൈദ്യനാഥിൽ ഒരു ആത്മീയ കൂട്ടായ്മ ആരംഭിക്കുവാൻ തക്കവണ്ണം ഇടയായ സന്ദർഭം. അതിലൂടെ പലരെ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുകയും ഈ സത്യമായ സുവിശേഷ ദൈവവചനത്തിൻ്റെ സത്യങ്ങളും പാരമ്പര്യത്തിൻ്റെ തെറ്റുകളും പഠിച്ചു മനസ്സിലാക്കുകയും ദൈവസന്നിധിയിലേക്ക് തിരിയുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ പർലിയിലെ ദൈവവേല ഇപ്പോഴും ആ സ്ഥലത്ത് വളരെയധികം സഭകളുണ്ട്. അന്ന് അവിടെ ഓരോ റൂമിലും കയറി ഇറങ്ങി സുവിശേഷ പ്രതികൾ കൊടുത്തതും ബൈബിളിൻ്റെ പ്രതികൾ കൊടുത്തതും ഒന്നും നഷ്ടമായില്ല എന്ന് എനിക്ക് തീർച്ചയായും ബോധ്യമുണ്ട്. അതാണ് പർലിയിലെ വേലയുടെ പ്രാരംഭം.